ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ് കൂട്ടുകാരെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിതാ കിടന്നിട്ട് എണീറ്റിരിക്കുകയാണ്. വയ്യ കേട്ടോ, പനിയുടെ ഒരു ഇതുണ്ട്. ഇന്നലെ ഒരു വയ്യായികയൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് ജോലിക്ക് പോകുന്നു വരുന്നു. എന്നിട്ട് കിടന്നിട്ട് കൊണ്ടല്ലോ ഒട്ടും വയ്യ. നല്ല തലവേദനയുണ്ട്, ബോഡി പെയിൻ ഉണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ ബുദ്ധിമുട്ടെന്ന്. അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ചേച്ചി വീഡിയോ എടുത്തത് കേട്ടോ. ഫേസ് കാണിക്കുന്ന വെച്ചാൽ വയ്യ സുഹൃത്തുക്കളെ. വയ്യാണ്ടിരുന്നിട്ട് ഫേസ് കാണിക്കുമ്പോൾ നിങ്ങൾ ഓട്ടം പിടിക്കും. ഇന്ന് ലൈവ് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ രാത്രി ലൈവ് മിക്കവാറും രാത്രി ലൈവ് കാണാൻ സാധ്യതയില്ല. അപ്പം നമ്മുടെ ലൈവ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിയുടെ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ വിചാരിക്കണം, ചേച്ചിയെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം ആ ചേച്ചി വയ്യാത്തത് കൊണ്ടാണ് വരാത്തതെന്ന് കേട്ടോ. അപ്പോൾ രാത്രി ലൈവ് മിക്കവാറും കാണാൻ സാധ്യതയില്ല എൻ്റെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കണം, കുടിച്ചിട്ട് കിടക്കണം. വയ്യ, ഒട്ടും വയ്യ. അപ്പം അത് നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് വേണ്ടാണ് ചേച്ചി വീഡിയോ എടുക്കുന്നത്. നമ്മളെ ലൈവ് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് പേരില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മക്കളാരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ചേച്ചി കണ്ടില്ലെങ്കിൽ വിഷമിക്കില്ല കേട്ടോ. ഇപ്പം തന്നെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കാൻ വയ്യ. കയ്യിലൊക്കെ പ്രശ്നമുണ്ട്. കൈ തരിപ്പ്, കാലുവേദന. ചെരുപ്പൊന്നും ഇടാണ്ട് നിൽക്കാൻ പറ്റില്ല. ഇച്ചിരി നേരം ചെരുപ്പിട്ടില്ലെങ്കിൽ ഉടനെ നമ്മുടെ ഉള്ളം കാലം മുതൽ അങ്ങ് തണുത്ത് കയറും ഉച്ചക്കാല വരെ. ഇച്ചിരി നേരം ചെരുപ്പിടാണ്ട് അടുക്കളയിൽ നിന്ന് ചായ ഇട്ടിട്ട് വന്ന് വയ്യ. ദേഹമൊക്കെ കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. എന്തായാലും നാളെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണം. ഇന്നലെയൊക്കെ ലീവായിരുന്നു. ഇടവിട്ട് ഇപ്പം എന്ന് ലീവ് തന്നെയാണ്. അതുകൊണ്ട് നാളെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണം. ഞാനിപ്പോൾ കിടക്കും കേട്ടോ. കിടന്നിട്ട് എനിക്ക് ഇത്തിരി ഞാൻ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ലൈവിൽ വരും. ലൈവിൽ വന്നാലും ഉറങ്ങി വന്ന് ലൈവിൽ നിന്നിട്ടും കാര്യമില്ലേ. ലൈവിൽ വന്നിരിക്കുമ്പോഴേ വയ്യായികയും ക്ഷീണവും തളർച്ചയും, പിന്നെ കുറേ ഇരിക്കുമ്പോൾ തന്നെ ഒരു മടുപ്പും മുഷിച്ചിലും. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈവിൽ ആൾ വരുന്നത്? നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നാലല്ലേ നമ്മുടെ ലൈവിലും ആൾ വരുള്ളൂ. നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി കഥ പറഞ്ഞുകൊണ്ടിരുന്ന വരുന്നവരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം സുഹൃത്തുക്കളെ. ഒരു 5 മിനിറ്റുള്ള വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാനിവിടെ വന്നിരിക്കുന്ന. ചായ തണുത്തിട്ടുണ്ട്. എൻ്റെ ഫേസ് കാണിക്കണോ കാണിക്കണ്ടെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മലൊന്നുമില്ല കാതിൽ. പിന്നെ ഒരു കാര്യം, കമ്മലിട്ടാലെന്ത്, പൗഡർ ഇട്ടാലെന്ത്, പൗഡർ ഇട്ടില്ലെങ്കിലെന്ത്, നമ്മളെ ഏത് കോലത്തിലും നിങ്ങളെ മുന്നിലെത്തുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്കത് വലിയ പുതുമയൊന്നുമില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ. ആരും വീഡിയോ മിസ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഒന്നും ആരും കറക്റ്റ് കാണുന്നില്ല. നമ്മൾ കറക്റ്റ് വീഡിയോ ഇടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ആരും കറക്റ്റ് വീഡിയോ കാണുന്നില്ല. 50 60 പേര് അങ്ങനെ പോകുന്നുണ്ട്. ഏതാണെന്ന് അറിയണ്ട. നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി. ഏതാവെന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കളെ. എന്തായാലും നോക്കാം. ഫസ്റ്റൊക്കെ ഓടി ലൈവ് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ലൈവ് വരാനും മടിയായി. വരുമ്പോഴും ആളും കുറവാണ്. അപ്പം പിന്നെ നമുക്കൊരു മടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി വീഡിയോ എടുക്കുന്നത്. ചായ ഇട്ടുകൊണ്ടൊന്ന് സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. സിറ്റ് ഔട്ടിലിരുന്നുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കരുതി ഫോൺ എടുത്തുകൊണ്ടൊന്ന് വീഡിയോ എടുക്കാം. നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മളെ മക്കൾ തിരക്കില്ലേ. നോക്കട്ടെ മക്കളെ, ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ വരും. ഇപ്പോഴത്തെ ഈ സമയത്തെ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ ലൈവ് വരാൻ ഒരു ഉത്സാഹവും ഉന്മേഷവും ഇല്ല സുഹൃത്തുക്കളെ. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാന്ന് കരുതി. പിന്നെ വിചാരിച്ചാൽ ആ പോസ്റ്റ് ഇടണ്ട, എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് വീഡിയോ ഇടാം. പറ്റുകയാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. ഫേസ് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവിഞ്ഞ മോന്ത നമ്മളെ കുറ്റം പറയാം. നമ്മളെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ. എന്നാലും ചില സമയത്ത് ഞാൻ അറിയാണ്ട് എന്നെ തന്നെ അങ്ങ് പറഞ്ഞു പോകും.
ഫേസ് കാണിക്കണമെന്നുണ്ടല്ലോ ബാക്ക് ക്യാമറ എടുക്കണം. ബാക്ക് ക്യാമറ എങ്ങനെയാണ് എടുക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്ക് ക്യാമറ എടുക്കണം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെ പിന്നെ ഈ ഇതുണ്ടല്ലോ, ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ബാക്ക് ക്യാമറ എടുക്കേണ്ടി വരും. എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത്? അത്രയും കഴിഞ്ഞ് 2 വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ഒറ്റ വീഡിയോ ഇട്ടിടാൻ. ഇപ്പോൾ റോഡ് സൈഡിൽ വന്നിരിക്കുന്നത് കൊണ്ട് വണ്ടിയുടെയൊക്കെ സൗണ്ട് കയറി, വണ്ടിയുടെ സൗണ്ട് കരച്ചിലോ കയറി വരണമെന്തോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒറ്റ വീഡിയോ ഇട്ട് അങ്ങോട്ട് ചേച്ചിയുടെ ഫേസ് കാണിക്കണമെങ്കിൽ വീണ്ടും ചേച്ചി ഫ്രണ്ട് ക്യാമറ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ വണ്ടികളൊക്കെ കണ്ടില്ലേ, സന്ധ്യയ്ക്ക് നമ്മുടെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? അങ്ങോട്ട് വണ്ടി പോകുന്നു വരുന്നു, വണ്ടി പോകുന്നു വരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നോക്കട്ടെ. ഇതിടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം. ഞാൻ നമ്മുടെ ഫേസ് കാണിക്കേണ്ട വോയിസ് മാത്രം കൊടുത്തിട്ട് ചേച്ചിക്കൊരു തൃപ്തിയില്ലായ്മ കേട്ടോ. ഫേസ് കാണിക്കേണ്ട വോയിസ് മാത്രം പറയുന്നത് കൊണ്ട് ചേച്ചിക്കൊരു തൃപ്തിയില്ലായ്മ. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇടാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ. നമ്മുടെ ഫേസ് കണ്ടില്ലേ? നിങ്ങൾക്ക് വിഷമമായാലോ, നമ്മളെപ്പോഴും ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ. ആദ്യം കരുതി ഫേസ് കാണിക്കണ്ടെന്ന്, പിന്നെ വിചാരിച്ച് വേണ്ട, ഒന്ന് ഫേസ് കാണിച്ചും കൂടെ വീഡിയോ ചെയ്യാം. നമ്മൾ ഏത് കോലത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണല്ലോ. അപ്പോൾ പിന്നെ നമുക്കവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. വയ്യ കേട്ടോ. എപ്പോഴെപ്പോഴും വീണ്ടും പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒന്ന് ഫേസ് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി എത്തിയിട്ടുള്ളത്. എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, ബോഡി പെയിനും തണുപ്പാണ്, ഉള്ളിനകം എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഇത്രയും സമയം കിടന്നു കേട്ടോ. നേരത്തെ വൈകുന്നേരം ഒരു ലൈവ് ചെയ്തിട്ട് ചെന്ന് കിടന്നിട്ട് എണീറ്റ് വിളക്കും കത്തിച്ച് ചായ ഇട്ടുകൊണ്ട് വന്ന് കുടിക്കാനിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് രാത്രി ലൈവ് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി വീഡിയോ എടുത്തത്. ആദ്യം കരുതി ഫേസ് കാണിക്കണ്ടെന്ന്, പിന്നെ കരുതി ഫേസും കൂടെ കാണിക്കാം. ഏത് കോലമായാലും നിങ്ങൾ കാണട്ടെന്നേ. നിങ്ങൾ ഏത് കോലത്തിലും കാണുന്നതല്ലേ അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നേരത്തെ ഞാൻ എല്ലാം പറഞ്ഞ് വീഡിയോ കട്ട് ചെയ്തതാണ്. വീഡിയോ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കരുതി വേണ്ട, നമ്മുടെ കൂട്ടുകാർ നമ്മളെയും കൂടെ ഒന്ന് കാണട്ടെ. വണ്ടിയും റോഡും നമ്മുടെ വോയിസ് മാത്രം കേട്ടാൽ പോരല്ലോ, നമ്മളെയും കൂടെ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞ് വീഡിയോ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും വീഡിയോ കണ്ടോളൂ കേട്ടോ.